ക്വസ്റ്റ്യനും പ്രസ്താവവും എപ്പോഴാണോ കണ്ടുമുട്ടുന്നത് അത് മുതലാണ് ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത്. സംശയമാണ് അവശ്യ ശരീരി പ്രസക്യ ദേവേന ശുഭാശുഭേന ജ്യോതിർവിധ സന്നിധിമേതിൽ പ്രശ്നോപ്യതോ ജന്മഫല സമയേഷു. അതായത് കാര്യങ്ങൾ അല്ലെങ്കിൽ ജ്യോതിഷം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ള വ്യക്തിയും ജ്യോതിഷക്കാരനും തമ്മിൽ എപ്പോഴാണോ കണ്ടുമുട്ടുന്നത് ആ സമയത്ത് ഒരു കുട്ടി ജനിച്ചാൽ ഉണ്ടാകുന്ന ഭൂതം വർത്തമാനം ഭാവി മുതലായ കാര്യങ്ങൾ ചിന്തിക്കുന്നത് പോലെ പ്രശ്നത്തിലും ചിന്തിക്കണം. ഒരു കുട്ടി ജനിക്കുന്ന ഒരു ഗ്രഹനില ഉണ്ടാക്കിച്ച് ഒരു കുട്ടി ജനിച്ചാൽ എങ്ങനെയാണ് അതിന്റെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്ന പോലെ ഇവിടെയും അതൊക്കെ പ്രശ്നോപ്പിതം ജന്മഫല സമേഷു. അവിടെ ജന്മഫലേഷു പ്രശ്നെ ജാതകയെ ദുഃഖിച്ചത് രണ്ട് ശ്ലോകമുണ്ടല്ലോ. ജാതകത്തിൽ എന്ത് പറയപ്പെടുന്നു അതെ, അതെല്ലാം തത്തൽ പ്രശ്നേവി ചിന്തയെ. തത്തൽ പ്രശ്നേവി ചിന്തയെ. നിങ്ങള് ഇപ്പൊ എന്നെ ക്ഷണിക്കാൻ വന്ന വീട്ടിൽ ക്ഷണിക്കാൻ വന്നില്ലേ, അതാണ് ഇപ്പൊ ആദ്യം പറയാൻ പോകുന്നത്. ഇത് ഇന്ന് വച്ചതല്ല പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ജ്യോതിഷക്കാരനെ കണ്ടുമുട്ടിയ ദിവസം, അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകള്, ഏത് സമയത്താണ് കണ്ടത്, എന്ത് നക്ഷത്രമായിരുന്നു, അന്ന് എന്ത് തിഥിയായിരുന്നു, അന്ന് എന്ത് കാലപോലെയായിരുന്നു, എത്ര മണിക്കാണ് കണ്ടത്, പ്രാകൃതകാലം വല്ലതും ഉണ്ടായിരുന്നു, ഇത്യാദി വിഷയങ്ങൾ നമ്മൾ ഒരു എന്താ പറയാ ഒരു സീരിയൽ പോലെ അല്ലെങ്കിൽ ഒരു ക്രമമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി മുന്നോട്ട് പറയാൻ പോകുന്നു. അതിനെ കുറിച്ചാണ്. ദൈവജ്ഞാന സമാഹിതേന സമയോ ദേശസ്വവായു ദ്രഷ്ടുസ്പർശനം ആശ്രിതക്ഷഹരിതോ പ്രശ്നാക്ഷരാണി സ്ഥിതി ചേഷ്ടാഭാവവിലോകനേന വസനാദ്യ ശുഭായ. അപ്പൊ ആദ്യത്തെ ആചാര്യം പറയുന്ന സ്ഥിതി ശുഭമാണോ അശുഭമാണോ എന്ന് നോക്കണമെന്നാണ്. അപ്പൊ ജൂലൈ മാസം 12-ാം തീയതിയാണ് നിങ്ങൾ വീട്ടിൽ വരുന്നത്. അതായത് മിഥുന മാസം 28-ാം തീയതി ഉച്ചയ്ക്ക് 12:51 നമ്മൾ തമ്മിൽ കാണുന്നത്, ശനിയാഴ്ച ദിവസം. അപ്പോൾ അന്നത്തെ തിഥി കൃഷ്ണപക്ഷ തൃതീയ അല്ല ദ്വിതീയ 12-ാം തീയതി ദ്വിതീയ വെളുത്ത വാവ് കഴിഞ്ഞ് 2-ാം ദിവസം കൃഷ്ണപക്ഷമാണ്. അപ്പൊ ആചാര്യം പറയുന്ന ശുക്ലപക്ഷം ശുഭകാര്യങ്ങൾക്ക് കൊള്ളാമെന്നും കൃഷ്ണപക്ഷം പൈതൃകാരമായ ബലികർമ്മങ്ങൾക്കൊക്കെ കൊള്ളാമെന്നാണ് ആചാര്യം പറയുന്നത്. ഇതിപ്പം കൃഷ്ണപക്ഷമായി. കൃഷ്ണേ പുരാണയാണ്. അപ്പം ഇത് വളരെ പൗരാണികമായ ദേവസ്ഥാനമാണെന്ന്, ഇത് പുതിയതല്ലെന്നാണ് ആചാര്യം പറയുന്നത്. വളരെ പഴക്കമുണ്ടെന്നാണ്, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ക്ഷേത്രമെന്നാണ് പറയുന്നത്, കൃഷ്ണപക്ഷമായതുകൊണ്ട്. ദ്വിതീയ എന്ന് പറയുന്നത് ഭദ്ര തിഥിയ, നന്ദ, ഭദ്ര, ജയ, രിക്ത, പൂർണ്ണ, അങ്ങനെ 5ആയിട്ട് തിരിച്ചതിൽ അതില് ഭദ്ര തിഥിയാണ്. അപ്പൊ ഇവിടെ തന്നെ ഒരു ചെറിയ ഒരു അഗ്നിസ്പർശ ദോഷം ദേവസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് ആ തിഥിയെ സൂചിപ്പിക്കുന്നത്. തീപിടുത്തം പോലെ ഉണ്ടായിട്ടുണ്ടോ? ഈ ഉയരുണ്ടല്ലോ അതുപോലത്തെ. അത് മാത്രമല്ല, ഇവിടെ ഏതെങ്കിലും ഈ പുറമെ എന്തെങ്കിലും വിശേഷം നടക്കുമ്പോൾ പുറമെ അങ്ങനെയുള്ളവരെന്തെങ്കിലും ഇല്ല, ആളുകളുടെ ഈ തുണിയില് മേൽശാന്തി ഈ മേൽശാന്തി പോറ്റി ഇല്ല ഇല്ല ഇല്ല, ഈ പോറ്റിക്കില്ല, വേറൊരു പോറ്റിയില് അതിന്റെ മുണ്ടില് വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം അയാളെ എവിടെ ഇങ്ങനെ വന്നപ്പോഴേ ആ മുണ്ടി കൂടെ ഉണ്ടായി. വെയില് അവിടെ എന്തായാലും വേണ്ടില്ല.
ഇങ്ങോട്ട് ഇങ്ങോട്ട് മണി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നിന്നാ. ഇനി ഇങ്ങോട്ട് ഇവിടെ തലയുടെ കസേരയുടെ മുകളിൽ ഇരിക്കുക. അതിന് വിരോധമില്ല. അപ്പൊ ബന്ധം അടുത്ത് ദേവനിൽ തന്നെ അഗ്നിസ്പർശ ദോഷം ഉണ്ടായിട്ടുണ്ടെന്ന ദേവന്റെ ഉടയാടയിൽ തന്നെ ഇത് അഗ്നിസ്പർശ ദോഷം ഉണ്ടായിട്ടുണ്ടെന്ന് തുണിയാണെങ്കിൽ നേരത്തെ നേരത്തെ വേറെ ഒരാളുണ്ടായിരുന്നു അവരിപ്പോ ഇല്ല വയസ്സായ ഉടയാടയിൽ എന്തെങ്കിലും തീ വീണെന്നല്ലേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അത് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. അന്നാണ് ഇവിടെ ആരും വരാറില്ല. ആ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് പോകും. അതുപോലെ ഈ സർപ്പസ്ഥാനത്ത് എന്തെങ്കിലും അഗ്നിസ്പർശ ദോഷം ഉണ്ടായിട്ടുണ്ട്? സർപ്പത്തിനെ കുടിയിരിക്കുന്ന ആ ഭാഗത്തെങ്കിൽ എന്തെങ്കിലും അഗ്നിസ്പർശ ദോഷം ഉണ്ടായിരുന്നു? അവിടെ വെച്ച് ആണ് ഈ ഒരിക്കൽ ഷാക്ക് ഈ കറണ്ടിന്റെ അത് അടിച്ചത് കറണ്ട് അടിച്ചതാണ് ഒരാൾ അവർക്ക് വന്നോ? ഇല്ല വേറെ പ്രശ്നമില്ല. ആള് ഇതായി മഴ സമയത്ത് നിർത്തായിരുന്നു. അത് വിഗ്രഹത്തിൽ എന്തെങ്കിലും ഒരു വർഷമായാലും ഇത് ആയില്ല. ഈ ഒരു വർഷമാവാൻ പോണേ ഉള്ളൂ ആ വിഗ്രഹം അത് പ്രതിഷ്ഠ നടത്തി. അല്ല ആ വിഗ്രഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും അഗ്നിസ്പർശ ദോഷം ഉണ്ടായിട്ടുണ്ടോ? അത് അവിടെ വെച്ചാണ് ഉണ്ടായത് അങ്ങനത്തെ അതിന്റെ ഇപ്പുറത്ത് അതിന്റെ കുറച്ച് അതിന്റെ അടുത്ത് വെച്ച് ആ തൊഴുത്തിൽ വെച്ച്. ഇവിടെ അടുത്ത് യോഗയുടെ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അപ്പുറത്ത് യോഗ ഇവിടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് യോഗ ക്ലാസ് ഒക്കെ നടത്തണം നല്ലതെന്നാണ്. ഒരു ക്ലാസ് അത് ഇവിടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വെളിയിൽ അയാൾ ഇവിടെ വന്നിട്ട് ധ്യാനമൊക്കെ ചെയ്യും. നടത്തുന്ന ആള് യോഗ ആള് ക്രിസ്ത്യാനിയാണ്. അയാൾ വന്നിട്ട് ഇവിടെ യോഗ ഒക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് പോകും. പണ്ട് ഇതില് പന്തം പാഞ്ഞു പോകുന്ന അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്? പഴയ ആൾക്കാരെ പറഞ്ഞു കേട്ടിട്ടുണ്ടോന്നല്ലേ ചോദിച്ചത്? പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ നേരത്തെ തളിയായിരുന്ന ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ കൂടെ ഇങ്ങനെ അവര് പറയണ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പന്തം പോയിട്ടുണ്ടോ പറയും. ഇത് ശുഭായ ശുഭമാണ്. പഞ്ചമി ആയാലേ ചന്ദ്രന് ബലം കുറയും. സ്ഥിതിയുടെ ദേവത ആരാണ്? സ്ഥിതിയുടെ ദേവത ഇത് ബ്രഹ്മാവ്. സൃഷ്ടിയുടെ അപ്പൊ ബ്രഹ്മാന്ന് പറയുമ്പോ ആദ്യയിലെ സൃഷ്ടി നടത്തിയത് ബ്രഹ്മാവല്ലേ? ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരല്ലേ? ഇല്ലേ? ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന ആള്, പരിപാലിക്കുന്ന ആള് വിഷ്ണു, സംഹരിക്കുന്ന ആള് ശിവൻ. അപ്പൊ ഇതിനെ ഒരു ബ്രഹ്മക്ഷേത്രമായിട്ട് ഒരു ബ്രഹ്മക്ഷേത്രമായിട്ട് എന്തെങ്കിലും ബന്ധമാണ് ഈ ക്ഷേത്രം? അത് ഇതിന് മുമ്പേ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് പടിഞ്ഞാറോട്ട് ദർശനവും നേരെ എതിർഭാഗത്ത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് ഇങ്ങോട്ട് കിഴക്കോട്ടെ. ഇതിന്റെ ചുറ്റും ഒരു 7 ശിവൻ കോവിലുള്ളതായിട്ട്. അപ്പൊ ഈ ബ്രഹ്മാവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇവിടെ പൂർവികമായിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടായിരുന്നു? അറിയില്ല. പഴക്കം പറഞ്ഞപ്പോൾ ഈ ഒരു ആർക്കിയോളജി സർവേ ചെയ്തു. അത് 9ാം നൂറ്റാണ്ട് കാലത്തിലാണ്
ഈ ക്ഷേത്രം ഉണ്ടായിട്ടുണ്ടെന്ന്. ആയിരം ഈ കല്ലിന്റെ പണി ചെയ്തപ്പോൾ ആ കല്ലിന്റെ പുറത്ത് സിമന്റ് ആയിരുന്നു പൂശിയിരുന്നത്. ആ വിഷയങ്ങൾ പിന്നെ പറയാം. ആ. അതിലേക്ക് പറയണ്ട, ഇങ്ങോട്ട് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാനുള്ള ആ ക്യൂരിയോസിറ്റി ഇല്ലണ്ടാവും. വരച്ചു ചരിത്രത്തിലെ ബ്രഹ്മക്ഷേത്രം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അദ്ദേഹം പണിയെടുപ്പിച്ചത്. ആ. ഉൾത്തറ കൽപ്പുറ ആ. കൽപ്പുറ കൊട്ടാരവും ആ. കൽപ്പുറ ക്ഷേത്രവും അതിലെ രേഖകളിലുണ്ട്. ആ. 1700 ആ ബ്രഹ്മക്ഷേത്രവും ഇവിടുത്തെ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴത്തെ അത് അതാണ് ആ ഹെഡ് മൂലസ്ഥാനം. ആ. അപ്പൊ അവിടെ അതൊരു ഗ്രൂപ്പ്, ഉം. ഉൾത്തറ ദേവസ്വം ഗ്രൂപ്പ്. ആ. അതിന്റെ താഴെ ഇത് കണ്ണക്കോട് ദേവസ്വം. ആ. ഇതിന്റെ താഴെ 6 കോവില് 100 ഏക്കർ സ്ഥലം. ആ, ശരി. അതാണ് അതിന്റെ കൺട്രോളാണ് ഇത്. അതിന്റെ കൺട്രോൾ ആയിരുന്നു. ആ, ഇപ്പൊ ഇല്ല. ഇല്ല, ഇത് പ്രത്യേകം ഒരു ചന്ദ്രക്കാരന്റെ, ആ. അത് ശ്രീഹരിക്കാരന്റെ, ഇത് ചന്ദ്രക്കാരന്റെ. 100 ഏക്കർ സ്ഥലവും ഒരു ചന്ദ്രക്കാരൻ. അങ്ങോട്ടാണ് കിട്ടുന്നത്. അതൊക്കെ സോഫയിൽ നോക്കൂ കേട്ടോ, കൈ സോഫിക്കാതെ. അഗ്നിസ്പർശ ദോഷത്തിന്റെ ലക്ഷണമാണ്. ഒരു കയറ് കെട്ടി താഴെ പോയി. ഇവിടെ പണ്ട് ഏതെങ്കിലും ഈ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ ബ്രഹ്മരൂപത്തിൽ പരബ്രഹ്മ രൂപത്തിൽ ആരെങ്കിലും പൂജിച്ചിരുന്നു? അത് തിരുവനന്തപുരം പറയാനുള്ള ഒരു ബ്രഹ്മാവിന്റെ സാന്നിധ്യം പൂർവികമായിട്ട് ഇതിനോട് അനുബന്ധിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു. അത് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതുകൊണ്ടാണ് ആ ദ്വിതീയ തിഥിയിൽ വരുമ്പോ ദ്വിതീയ തിഥിയുടെ ദേവത ബ്രഹ്മാവാണ്. അപ്പോ ഈ ക്ഷേത്രമായിട്ടുള്ള ബന്ധം അങ്ങനെ പറയാം. അല്ലാതെ കണ്ട് ഇവിടെ എന്തെങ്കിലും ബ്രഹ്മാവിനും വിശേഷിച്ച് പുരാതന കാലത്ത് മറ്റോട്ട് പൂജ ആരാധന മറ്റോ ഉണ്ടായിരുന്നോ എന്ന് ആലോചിക്കേണ്ടതായിട്ട് വരും. ഒന്നുകിൽ ഭഗവാനെ തന്നെ പരബ്രഹ്മ സ്വരൂപിയായിട്ട് ആരാധിച്ചിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ബ്രഹ്മാവിന് ആ ക്ഷേത്രത്തിന്റെ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് ഇത്. ആ ശരി, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയാവും. ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് ശ്രീകൃഷ്ണൻ. അവിടെ അവരെ കൺട്രോളിലായിരുന്നു അന്ന്. ആ അങ്ങനെയാണ് ബ്രഹ്മാവിന്റെ ശ്രീകൃഷ്ണൻ പറയുന്നത്. അതെല്ലാം അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രം നിർമ്മാണവും അവരും വന്നത്. ആയിരിക്കാം. അത് ഇടവൻ രാശിയോ 4ാം ഭാവാധിപതി സൂര്യനല്ലേ, ഒരു രാജകീയ ബന്ധം തന്നെ പറയാം. അവിടെ എന്താ പറയുക, ആയോധനകലയുടെ ദേവത ചുവയില്ല. അതുകൊണ്ട് അത് വിഷയത്തിൽ നമ്മൾ വന്നില്ല. ഞാൻ പറയുന്നത് ബ്രഹ്മാവിന് എന്തെങ്കിലും പ്രത്യേക രീതിയിൽ ആരാധന, അല്ലെങ്കിൽ അവിടെ ഈ ബ്രഹ്മക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരാധന നടത്തിപ്പോന്നിരുന്നോ ഇപ്പോഴില്ലയോ, ആലോചിക്കുന്ന വിഷയമാണ്. ആചാര്യൻ പറഞ്ഞ തിഥൗ ശിവായാം, ആദ്യം തിഥിക്ക് പ്രാധാന്യം കൽപ്പിച്ചോളൂ എന്നുള്ളത്. അപ്പൊ തിഥവും അതേ പറയുണ്ടായി ഒരു പുരാതനമായിരിക്കുന്ന വിഷയമാണ്. ഈ ക്ഷേത്രം തന്നെ അതിപുരാതനത്വം കൽപ്പിക്കാവുന്ന ഒരു സങ്കേതമാണ്. അതിനോടനുബന്ധിച്ച് ഈ ഒരു ബ്രഹ്മക്ഷേത്രമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. പൂർവ്വകാലത്ത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ബ്രഹ്മാവിനെയും ആരാധിച്ചിരുന്നു, അല്ലെങ്കിൽ ബ്രഹ്മാവുമായിട്ടുള്ള വിഷയം ബ്രഹ്മക്ഷേത്രമായിട്ട് ഇതിന് ബന്ധമുണ്ടായിരുന്നു, അഭേദ്യമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നും അതൊന്നും നിലനിൽക്കുന്നില്ല എന്നും അത് പുനഃസ്ഥാപിക്കണമെന്നും കാണുന്നു. അത് പറയാൻ വേണ്ടിയില്ല ഈ പറയാം. എന്താ എന്തെങ്കിലും വിവരമുണ്ടോ? ഇതിപ്പോ 9ാം നൂറ്റാണ്ടെന്ന് ഇതിപ്പോ എത്ര നൂറ്റാണ്ടാവും? ഒരുപാട് നൂറ്റാണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ലിഖിതങ്ങളോ വല്ലതും ഉണ്ടോ? അത് അവര് ഈ ആർക്കിയോളജി സർവേ ചെയ്തപ്പോഴ് ഈ കല്ല് അവരെ കൊണ്ടുപോയി. ആ കല്ല് അവര് പറയണമെന്ന് കറക്റ്റൊന്നും ആയിരിക്കില്ല. അവര് 12 കോടി വർഷമായി അവര് പറഞ്ഞ റിപ്പോർട്ടാണ് ഇത് 9ാം നൂറ്റാണ്ട് കാലത്ത് പണി ചെയ്ത ഒരു കോവിൽ. ശ്രീകോവിൽ ശ്രീകോവിൽ രാജാക്കന്മാരുടെ കാലത്താണ് അതിന്റെ ഇതിലാണ് അവര് പറയണത്. അല്ല, രാജാക്കന്മാരുടെ ബന്ധമുണ്ട്. അല്ലാതെ ഞാൻ പറയണത് ഇത് അല്ലാതെ ഈ ക്ഷേത്രമായിട്ട് ഇവിടുത്തെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ഇവിടുത്തെ എന്തെങ്കിലും ആരാധനയായിട്ട് ബന്ധപ്പെട്ട ആ ക്ഷേത്രമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബ്രഹ്മവിഷ്ണുമായിട്ടുള്ള ആ കിഴക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന പടിഞ്ഞാറ് നിൽക്കുന്ന ആ ക്ഷേത്രമായിട്ട് എന്തെങ്കിലും ബന്ധം ഈ ക്ഷേത്രത്തിലുണ്ടോ? പറയണേ, വേറെ ഒരുപാട് കാര്യം ചിന്തിക്കാനുണ്ട്. നമുക്കങ്ങനെ അറിവില്ല.
ഇല്ല ഓ അതിന്റെ ആ ക്ഷേത്രത്തിന്റെ കീഴിലാണ് അതിന്റെ എന്താ ആ ബ്രഹ്മ വിഷ്ണു മഹേശൻ ആ ക്ഷേത്രത്തിന്റെ കീഴിലാണ് അത് ഒരു മെയിൻ ദേവസ്വം കൂടുതൽ ഒരു ഗ്രൂപ്പ് കൂടുതൽ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ താഴെ ദേവസ്വം മുടങ്ങി വന്നിട്ട് 3 വെള്ളിയാഴ്ച ആയുള്ളൂ. അതൊന്നും വലിയ ഇത് കാര്യമൊന്നുമല്ല. ദേവസ്വം മുടങ്ങി മാറാനും വലിയ കാര്യമൊന്നും. ഞാൻ പുരാതനമായിരിക്കുന്ന വിഷയമാണ്. ഇതേ പറയുന്നുണ്ടായി കൃഷ്ണപക്ഷമാണ് അതിപുരാതനമായിരിക്കുന്ന വിഷയമാണ്. ഈ അതിപുരാതനത്വം ഈ ബ്രഹ്മക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രത്തിലുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ദേവസ്വം കൂടെ വന്നിട്ട് അതിന്റെ കീഴിലാണ് മറ്റേതിന്റെ കീഴിലാണ് അത് പറഞ്ഞിട്ട് യാതൊരു വ്യക്തിയില്ല. ഞാൻ പറഞ്ഞ പൂർവീക കാലത്ത് അതിപുരാതന കാലത്ത് അങ്ങനെയൊക്കെ പറയേണ്ടി വരും, പറയുന്നില്ല. ഒന്നിൽ ഇത് ബ്രഹ്മക്ഷേത്രം നശിച്ച സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ അവിടെയുള്ള കിഴക്കുവശത്തുള്ള അല്ല പടിഞ്ഞാറ് ദിക്കിലേക്കുള്ള ദിക്കിലേക്ക് ആചാരമായി വരുന്ന ആ ക്ഷേത്രത്തിന്റെ ഇതുമായിട്ട് ബന്ധമുണ്ട്. പൂർവികമായിട്ട് ആചാരനിഷ്ഠയുടെ ഉത്സവമായിട്ട് ബന്ധപ്പെടുന്നു, അവിടെ ഉത്സവമായിട്ട് ബന്ധപ്പെടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില ഇതുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വേണ്ടതാണ് അത് നിങ്ങൾ പുരാതനമായിട്ട് ലിഖിതം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ, അത് കാണും. അല്ലാതെ എങ്ങനെ പറയാം ഉണ്ടെന്നുള്ള വാസ്തവമാണ്. ഇല്ലാതെ ആവശ്യം അങ്ങനെ വരില്ല. ഇത് നമ്മൾ തിരിയ നിങ്ങൾ വന്നത് എടുത്തു വെച്ചാലില്ല. അത് ഇത് പ്രകൃതി അല്ലെങ്കിൽ അതാണ് സപ്രേര്യമാണ് സവശരീരി പ്രസംഖ്യ ദൈവേന ശുഭാശുവേന ജ്യോതിർവേദ സന്നിധി അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ആരെങ്കിലും ദൈവികമായിട്ടുള്ള പ്രേരണയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയിക്കാൻ ദൈവജ്ഞനെ കൊണ്ട് ജ്യോതിനെ കൊണ്ട് പറയിക്കാൻ വേണ്ടി ഇവിടുത്തെ ഭഗവാൻ ചെയ്യുന്നതാണ്. അന്ന് ഉച്ചയ്ക്ക് 12:10 കാണാൻ പോയത്, ഇന്ന തിഥിയായത്, ഇന്ന നക്ഷത്രമായത്, ഇതൊക്കെ അതിന് ബന്ധമുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല, അതിന് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇതുണ്ടെങ്കിൽ നേരത്തെ പൂർവികമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഉണ്ടെങ്കിൽ ആ ആചാര സമ്പ്രദായം തുടരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഇവിടുത്തെ ശ്രേയസ്സിന് നല്ലത്. ഇതിനു വേണ്ടിയില്ല ഈ പറയുന്നത്, അല്ല വേറെതിന് വേണ്ടിയിട്ടില്ല. അതിനെന്ത് ചെയ്യണമെന്നുള്ള അല്ല അത് ആദ്യം നിങ്ങൾ അന്വേഷിക്കുന്നേ. ആ പൂർവികമായിട്ട് ആചാര സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞില്ലേ ഇതിന്റെ ചുറ്റുവട്ടം 6 ശിവന്മാര്, ഇതിന്റെ നേരെ ബ്രഹ്മവിഷ്ണുമഹേശ്വരന്മാര് അവർ ഇങ്ങോട്ട് നോക്കിയിരുന്നു, വിഷ്ണുഭഗവാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഈ ചുറ്റുമുള്ള ശിവൻകോവിലെല്ലാം കിഴക്കോട്ടാണ്. കിഴക്കോട്ട് 7 ശിവൻകോവിലും കിഴക്കോട്ടും, ഇത് മാത്രം പടിഞ്ഞാറ്. പറഞ്ഞു അവിടെ ബ്രഹ്മവിഷ്ണുമഹേശ്വരന്മാര് കിഴക്കോട്ട്, അവരിങ്ങോട്ടും കിഴക്കോട്ടും. അത് ഇതിന്റെ നേരത്തെ വരില്ലേ? ശരിക്കും വരും, നേരത്തെ വരില്ലേ? ഇത് നേരെ വരും സ്ട്രൈറ്റ് ആയിട്ട്. അവിടെയാ ഇല്ല 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 പൊടിമന പൊടിഞ്ഞു കണ്ടോ സംഗതിയെ പറയുന്നുണ്ട്. പരസ്പരം വിമുഖമായിട്ട് പരസ്പരം അഭിമുഖമായിട്ട്. അപ്പൊ അതിന് ബന്ധമുണ്ട്. ബന്ധമില്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല, ഉണ്ട്. വ്യക്തമായിട്ടുള്ള ബന്ധമുണ്ട്. അതാണ് ആ ബന്ധം പുനഃസ്ഥാപിക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ കിടന്ന് കണ്ട ഷോ നിയമത്തിൽ പറയുന്നില്ല. ശുഭതയെ അനുകൂലിയ കാലേ നക്ഷത്രം, അന്നത്തെ നക്ഷത്രം തിരുവോണ നക്ഷത്രത്തിലാണ് വന്നത്, വിളിക്കാൻ വന്നത്. ഹലോ തിരുവോണം നക്ഷത്രം ആചാര്യം പറയുന്നത് തന്നെ രോഹിണിയും അല്ല നക്ഷത്രമാണല്ലോ. രോഹിണിമാരും ചതയം പുണർമൂയവും ഉത്തരത്രയാത്രികം ചോദ്യം മൈക്രവും 16 നാൾ. അപ്പൊ ആ 16 നാളില് 27 നക്ഷത്രത്തിന് ആചാര്യം 2 ഗ്രൂപ്പായിട്ട് തിരിച്ച് 14 നക്ഷത്രം കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ കൊള്ളാവുന്നതും 11 നക്ഷത്രം കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ കൊള്ളാവുന്നതുമായി തിരിച്ചു. അതിൽ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ കൊള്ളാവുന്ന നക്ഷത്രമാണ് തിരുവോണം. അപ്പം അത് പരമ്പര ഇത് സന്താനങ്ങൾക്ക് നല്ലതാണെന്നും ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സന്താനങ്ങൾ ലഭിക്കുമെന്നാണ് സൂചിപ്പിക്കണം. ഇവിടെ വന്ന ഒരു ഭക്തൻ എനിക്ക് ആൺകുട്ടി തന്നെ വേണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ആൺകുട്ടി കിട്ടിയ ഒരു വിഷയം ഇവിടെ ഉണ്ടാകും. കുറെ പേർക്ക് ഇങ്ങനെ പിള്ളേരില്ലാതെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പിള്ളേർ കിട്ടിയതായിട്ട് ഇവിടെ തിരിച്ചു വന്ന് ആൺകുട്ടി തന്നെ വേണം ഭഗവാനെ, എനിക്ക് ആൺകുട്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആൺകുട്ടി തന്നെ കൊടുത്തു. ഞങ്ങളിപ്പോ കമ്മിറ്റിക്കാരായതുകൊണ്ട് ഞങ്ങളത് പറയുന്നില്ല, ഞങ്ങൾക്ക് അത് കിട്ടിയെന്നുള്ളത്. ആക്ച്വലി ഞങ്ങളത് വിരോധമില്ല. അത് കാര്യം നമുക്ക് എല്ലാത്തിനും നമുക്ക് അനുകൂലമാണെന്ന് പറയാൻ വരാത്ത രീതിയിൽ അതുകൊണ്ട് ഉണ്ടായില്ല. സത്യസന്ധമായിട്ടേ വരുള്ളൂ. അതിൽ തെറ്റ് വരില്ല. പിന്നെ ഭാരതീയ വന്ധ്യ അല്ല അതന്ന്
മകൾക്ക് വേണ്ടി ഒരു ആൺകുട്ടി വേണം, അതിന് കൃഷ്ണനുള്ള പേരാണെന്നൊക്കെ പ്രാർത്ഥിക്കുക. അതേപോലെ ഇപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചു ഏകദേശം 13 വയസ്സുമായി. ഭഗവാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന സന്താനം ഭാഗ്യം കൊടുക്കുന്ന ആളാണ്. അത് തിരുവോണ നക്ഷത്രത്തിന്റെ ദേവത വിഷ്ണു. അപ്പൊ തിരുവോണ നക്ഷത്രത്തിന്റെ ദേവത വിഷ്ണുവാണ്. അപ്പൊ രണ്ടാം ബ്രഹ്മാവനിത വിഷ്ണുവിന്റെ ബന്ധം വരും. അവിടെ വിഷ്ണു ഉണ്ട്. അതാ പറഞ്ഞ ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ തമ്മിൽ ഇവിടുത്തെ ദേവനുമായിട്ട് അപേക്ഷിച്ച് ബന്ധമുണ്ടെന്ന് പറയാൻ കാര്യതാണ്. അത് മാത്രമല്ല രോഹിണി നക്ഷത്രമല്ലേ ഭഗവാൻ രോഹിണി അർത്ഥം തിരുവോണം അങ്ങനെ ഒന്നല്ലേ. കർത്താവ് ജിജുകുമാർ സാറ് രോഹിണി നക്ഷത്രമല്ലേ. അപ്പൊ രോഹിണി അർത്ഥം തിരുവോണം ജന്മാനുജന്മ നക്ഷത്രങ്ങൾ വരും. ഇന്ന് മകമാണ് ശ്രേവ നക്ഷത്രമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഈ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും മഹേശ്വരന്റെയും സാന്നിധ്യമായിട്ട് അഭേദ്യ ബന്ധമാണെന്നുള്ള കൂട്ടി ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരുവോണ നക്ഷത്രം വന്നത്. അപ്പൊ ബ്രഹ്മാവായി വിഷ്ണുവായി. ഇനി മഹേശ്വരന്റെ കാര്യം പിന്നീട് നോക്കാം. പിന്നെ ഇവിടെ ഒരു തിരുവോണ നക്ഷത്രം മരം മുറിക്കാൻ കൊള്ളില്ല. അപ്പൊ ഇവിടെ ഒരു മരം വൃക്ഷഛേദാദി ഒരു മരം ഒടിഞ്ഞു വീഴുക അല്ലെങ്കിൽ മരം മുറിക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. സാന്നിധ്യ വൃക്ഷമാണ്. അതായത് ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു ഈ സംവേദനത്തിലുള്ള ഭഗവാന്റെ ചൈതന്യം. ഈ എന്താ പറഞ്ഞ പണ്ട് ശബരിമലയില് കത്തിപ്പോയി, അമ്പലം കത്തിപ്പോയി. അതിനുശേഷം ബലപ്രതിഷ്ഠയ്ക്ക് തന്ത്രി മുഖ്യന്മാരൊക്കെ ഒരുപാട് പേരുണ്ട്. അന്നത്തെ കാലത്ത് ഒരുപാട് ജ്യോതിഷ പണ്ഡിതന്മാരുണ്ട്. ഈ പുലയൊക്കെ ഇങ്ങനെ ആവാഹിച്ചുകൊണ്ടിരിക്കുന്നു, വരുന്നില്ല, ചൈതന്യം കൊണ്ട് കയറുന്നില്ല. എന്തായി ഒരുപാട് പേര് ചിന്തിച്ചു, ഒരുപാട് ജ്യോതിഷന്മാര് കൂലഭൂഷണമായിട്ട് പരിശോധിച്ചു, രാശി കിട്ടുന്നത് എടുക്കുന്നില്ല, വരുന്നില്ല. അവസാനം വൃദ്ധനായിട്ടുള്ള ഒരു തിരുമേനി പറഞ്ഞു, അദ്ദേഹം വൃദ്ധന് മാത്രമല്ല മഹാപണ്ഡിതനുമാണ്, ജ്ഞാനിയാണ്, ജ്ഞാനിയാണ്. അദ്ദേഹം പറയാം, നിങ്ങളെങ്ങനെ ആവാഹിച്ചാൽ വരില്ല കേട്ടോ, ഈ പൂങ്കാവനം മുഴുവനും ചേർത്ത് ആവാഹിച്ചോളൂ തന്നു ദേവർ. 2 ദിവസമായിട്ട് വന്നിട്ടില്ല, 3 ദിവസമായിട്ട് വന്നിട്ടില്ല. പൂങ്കാവനം ചേർത്ത് മുഴുവൻ ആവാഹിച്ചപ്പോൾ ചൈതന്യം മുഴുവൻ എന്ന് വെച്ചാൽ ഭഗവാന്റെ ചൈതന്യം സകല ചരാചരങ്ങളും ഇവിടെ എല്ലാ കുടികളുമുണ്ട്. അതുപോലെ ഒരു വൃക്ഷത്തിൽ പൂർവീയ കാലത്തുണ്ടായിരുന്ന വൃക്ഷം വെട്ടി നശിപ്പിച്ചു. ആരോട് ചോദിച്ചാൽ ചെയ്തത് എന്തിനു വേണ്ടിയാണ് ചെയ്തത്? അത് ഈ ചുറ്റമ്പലം പണി ചെയ്യുമ്പോഴേ ഒരു പൂവളം ഉണ്ടായിരുന്നു. ആ പൂവളം അതിനെ വെട്ടി അതിന് ഈ ഇതൊക്കെ എടുത്ത് പണി ചെയ്യാൻ സമയത്ത് ഇതിന്റെ നടുക്കായിരുന്നു അതിനെടുത്ത്. അപ്പൊ നമ്മള് അത് തന്ത്രി മുഖേന അടിച്ചു മേടിച്ചു. തന്ത്രി ആയിട്ടില്ല. അപ്പൊ അത് സാഹിത്യ പ്രശ്നമാണ്. അതൊക്കെ ഇവിടെ വെച്ച് പഠിപ്പിക്കേണ്ടതാണ്. വേറെ വെച്ചു കൂളം വെച്ചു. അപ്പുറത്ത് വേറെ ഒരു കൂളം വെച്ചു. മാവ് വെച്ചത് പിന്നെ നാഗര വെച്ചപ്പോ പിന്നെ എടുത്ത് മാറ്റേണ്ടി ചെറിയ അത് പൊടിച്ചു വന്നു. മാവ് വയ്ക്കണം. മാവ് വെച്ചോളൂ. മാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെയാണ്. മാവ് ഒന്നുണ്ട്, പിന്നെ 2-3 മാവ്. വിഷുക്കണിക്കൊക്കെ മാമ്പഴം വയ്ക്കാറുണ്ട്. കണിക്ക് മാമ്പഴം വെച്ചാൽ ഭഗവാന് വളരെ വേണ്ടപ്പെട്ടതാണ്. ശ്രീകൃഷ്ണന് ഭഗവാന്റേതല്ലേ വിഷുക്കണി വെച്ചാൽ ഓടക്കം. ഈ ചുറ്റമ്പലം പണി ചെയ്തപ്പോ ഇതിനകത്തൊക്കെയാണ് ഇത് മരങ്ങള്. ഈ അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനൊക്കെ ഒരു അനുജ്ഞ മേടിക്കണം. അത് തന്ത്രി മുഖേന, തന്ത്രി ഉണ്ടെങ്കിൽ തന്ത്രി മുഖേന, അല്ലെങ്കിൽ ആ മനുഷ്യനോട് വേറെ ആരെങ്കിലും അപ്പുറം തൽക്കാലം ഒരു ഇതൊക്കെ അറിയാവുന്ന. അത് ഞങ്ങള് മുറിക്കണമെന്ന് ഞങ്ങള് തൊണ്ടെടുത്തിട്ട് ഇങ്ങനെ തിരുവോണം നക്ഷത്രം മരം മുറിക്കാൻ കൊള്ളൂല. തിരുവോണം മരം മുറിക്കാൻ. അപ്പൊ നിങ്ങൾ ചൈതന്യമുള്ള വൃക്ഷങ്ങളെ മുറിച്ചിട്ടുണ്ട്, അത് ദോഷമായിട്ട് കാണുമോ? അത് സംഭവിച്ചു, തെറ്റ് സംഭവിച്ചു. അല്ല, അങ്ങനെ പറഞ്ഞ അറിവില്ലാതെ സംഭവിച്ചാണ്. പക്ഷെ നമ്മൾ അതിനെ പുനഃസ്ഥാപിക്കണമെന്നാണ് എന്റെ കൂവളം മുറിച്ചതിന് ഒരു കൂവളം വെച്ചു, അത് കുറച്ച് വലുതായി. മാവ് വെച്ചത് എന്ന് പറഞ്ഞാൽ പിന്നെയും അവിടെ നാഗര പ്രതിഷ്ഠ വന്നപ്പോൾ അതും പിന്നെ എടുത്ത് മാറ്റി. തന്ത്രി കൊണ്ട് വെപ്പിക്കൂ ഇതേണ്ടല്ലോ. ഇനി സവതിയൊക്കെ കാണുമല്ലോ, അദ്ദേഹത്തെ കൊണ്ട് സ്ഥാനം നോക്കിയിട്ട് തന്ത്രി കൊണ്ട് അതിന് ശുഭദിവസം അടിക്കും. അതാ വേണ്ട. അപ്പൊ ഈ ദോഷത്തിന് പരിഹാരമായി. പിന്നെ തിരുവോണ നക്ഷത്രത്തിന്റെ മൃഗം വാനരാണ്. ഇവിടെ കുരങ്ങ് വരാറുണ്ട്. കുരങ്ങിന് ആഹാരം കൊടുക്കും കേട്ടോ. കൊടുക്കും. വരും മയിൽ വരും.
എപ്പോഴെങ്കിലൊക്കെ ആ, വർഷത്തില് എപ്പോഴും കാണൂല. ആ, വരും വന്ന് ഇങ്ങനെ കറങ്ങി ഒരു റൗണ്ട് അടിച്ച് മാലിലൊക്കെ കളിച്ചിട്ട് അങ്ങ് ആ, പോകും. അപ്പൊ എന്തെങ്കിലും കൊടുക്കണം. അത് സന്തോഷമായിട്ട് പൊയ്ക്കോട്ടെ. 3 മൈൽ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ല, ഒറ്റ മയിലാണ് വന്നിട്ടുള്ളത്. ഒറ്റ മൈൽ. ആ മയില് ഇപ്പൊ ഇല്ല അല്ലേ? ഇപ്പൊ വേറെ ഒരു പുതിയ മയില് അവിടെ കറങ്ങിക്കൊണ്ട് നടക്കും. ഇവിടെ വന്നില്ല. എന്നാൽ ഇതിന്റെ മൂട്ടിൽ വരും. ഇതിന്റെ ചുറ്റും മയിലെ കറങ്ങിക്കൊണ്ട് നടക്കും. ഇവിടെ വന്നില്ല. ഇവിടെ വരും നടക്കും. ഇവിടെ വന്നത് ഈ ട്രാൻസ്ഫോമറിൽ അടിപെട്ട് ഇതായി പറന്നു പോയപ്പോൾ. 1-2 ദിവസം തങ്ങും. പിന്നെ മയിൽ അങ്ങനെയാണ്, ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ്. 1-2 ദിവസം ആ സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കറങ്ങും. അതേ പിന്നെ അപ്രതീക്ഷ അവിടെ പോകുന്നു. ഇല്ല, ഇപ്പൊ ഇവിടെ ഉണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട്. അങ്ങനെ കറങ്ങി കുറച്ച് നേരം നിൽക്കുകയാണ്. ഇവിടെയൊക്കെ നിൽക്കും, കഴിഞ്ഞ പിന്നെ കാണില്ല. കുരുകളും എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കുരങ്ങൻ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു. ഒറ്റ കുരങ്ങനായിട്ട് വന്ന് ഇങ്ങനെ കറങ്ങി. ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് എന്തെങ്കിലും വിശേഷമുണ്ടോ? ഓണത്തിന് ഓണത്തിന് ഇല്ല, സാധാരണ ഇല്ല. വേറെ ഏതെങ്കിലും തിരുവോണ നക്ഷത്രത്തിന് എന്തെങ്കിലും? പിന്നെ നമുക്ക് ചിലപ്പോൾ കൃഷ്ണജയന്തി ആ സമയത്ത് കൃഷ്ണജയന്തി അതിന്റെ ഇടയിൽ കൂടെ വരുമ്പോൾ ഉത്സവം അതിന്റെ കൂടെ ഉള്ള, അല്ലാതെ വേറെ തിരുവോണത്തിന് ഈ തിരുവോണ ദിവസം അല്ലെങ്കിൽ മിഥുനമാസത്തിൽ തിരുവോണത്തിന്റെ തന്നെ വിളിക്കണം. ഈ മിഥുനമാസത്തിൽ തിരുവോണത്തിന് അന്നോ മറ്റേ അല്ലെങ്കിൽ ഏതെങ്കിലും തിരുവോണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അന്നദാനം നടത്തിയിരുന്നു. അന്നദാന വഴിപാടുണ്ടായിരുന്നു. അത് നക്ഷത്രം പോട്ടെ, അന്നദാന വഴിപാടുണ്ടായിരുന്നു. എന്നാലും ഈ കുംഭാഭിഷേകം കഴിഞ്ഞിട്ട് ഒരു കൊറോണ കാലം വരെ ഉണ്ടായിരുന്നു. മാസത്തിൽ ഒരു ദിവസം, അതുപോലെ മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ആ. അങ്ങനെ അന്നദാനം നടന്നുകൊണ്ടിരുന്നു. ആ. ഇപ്പൊ കൊറോണ സമയത്ത് പിന്നെ അത് നിർത്തിയപ്പോഴും പിന്നെ ഇനി പറ്റുമെങ്കിൽ നിങ്ങൾ സാമ്പത്തിക അതായത് പറയുന്നില്ല, സാമ്പത്തിക സ്രോതസ് നിങ്ങളെ കൊണ്ട് താങ്ങുമെങ്കിൽ ഒരു 10 പേർക്കോ 15 പേർക്കോ ബ്രാഹ്മണർക്കോ അല്ല എല്ലാ ഈ നാട്ടുകാർക്ക് പട്ടിണി ഇഷ്ടമുള്ളവരെല്ലാം വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന സമ്പ്രദായം വേണ്ടതാണ്. പൂർവികമായിട്ടുള്ള ആചാരമാണ്. കാര്യം തിരുവോണം നക്ഷത്രം 3 നാളാണ്, മഹാവിഷ്ണുവിന്റെ നാളാണ്. സാധാരണ രീതിയിൽ ഈ വടക്കേ ദിക്കിൽ, ഇവിടെ തിരുവനന്തപുരത്തും കേരളത്തിൽ ഈ ഭാഗത്തും കണ്ടിട്ടില്ല, വടക്കേ ദിക്കിലൊക്കെ ഇങ്ങനെ കല്ലഴിച്ചുകൊണ്ട് സമ്പ്രദായം ഇല്ലേ? വിഷ്ണുവിന് സാക്ഷിയാക്കിയ അമ്പലത്തില് ബ്രാഹ്മണനെ എടുത്തി കുടിക്കുന്നവർ കുത്തിയതിന് ശേഷമാണ് ശ്രീകോവിലില് നിവേദ്യം കൂട്ടി രക്ഷിച്ച് അവിടെ എന്താ പറയുക, നിവേദ്യം കൂട്ടി രക്ഷിച്ച് വെക്കും. പിന്നെ നിവേദ്യം നേരിക്കുന്നത് ബ്രാഹ്മണർ കുടിക്കുന്നവർ ഒഴുകിയിട്ടാണ്. അങ്ങനെ ഉണ്ട്, ചേലാവറ്റത്തൊക്കെ ഉണ്ട്, പെരുമ്പാവൂര് അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു, അതുപോലുള്ള സങ്കേതമാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു തരുന്നത് അത്രയ്ക്ക് തന്ത്രി എപ്പോഴും വരാൻ ഇപ്പോഴത്തെ ആധുനിക കാലത്ത് എല്ലാവരെയും കിട്ടില്ല. ശരിക്കും തന്ത്രി വന്ന് മാസ്റ്റർക്ക് ഇതുപോലെ ഭഗവാനെ കുടിക്കുന്നതിലൊക്കെ വീഴ്ത്തി ഇവിടെ ഇങ്ങനെയുള്ള ആചാര സമ്പ്രദായങ്ങൾ വേണ്ടതാണ് എന്ന് കാണിക്കുന്നു. അതാണ് ഈ തിരുവോണ നക്ഷത്രം വന്നത്. അന്നഭമാണ്. അപ്പോൾ അന്നത്തെ ബന്ധുക്കളായിരിക്കുന്നവർക്ക് നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച്, അല്ലാതെ നമ്മളിപ്പോൾ പറയാൻ എന്തുകൊണ്ടെന്ന് ഈ വളവില്ലാത്ത എഴുതിത്ത നാക്കുകൊണ്ട് എന്തെങ്കിലും പറയാം, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങളത് അനുഷ്ഠിക്കേണ്ടതാണെന്ന് കാണും. ഭഗവാൻ പറയും, അത്രേ ഉള്ളൂ. ആ ശക്തിക്ക് അനുസരിച്ച് ചെയ്യുക. മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോഴോ എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്മിറ്റി കൂടി തീരുമാനിച്ച് എല്ലാവരുടെയും സ്പോൺസറായിട്ട് കുറേ എല്ലാവരുടെയും ശക്തിക്ക് അനുസരിച്ചുള്ള തുക സംഭാവനയായിട്ടുള്ളത്. അതിന് വിരോധമില്ല, അത് വേണ്ടതാണ്. അതാണ് തിരുവോണ നക്ഷത്രം വന്ന് വളരെ ഭഗവാന്റെ നക്ഷത്രം കൂടെ വിഷ്ണുവിന്റെ നക്ഷത്രം. അപ്പോൾ വിഷ്ണുവായിട്ട് ബന്ധമായി, ബ്രഹ്മമായിട്ട് ബന്ധമായി, വിഷയമായി. പിന്നെ കുരങ്ങിന് വല്ലതും അങ്ങനെ ആൾക്കാരിലൊക്കെ അന്നദാനം കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെന്താ പറയാ, തിരുവോണ നക്ഷത്രത്തെ കുറിച്ച് പ്രതിഷ്ഠയ്ക്ക് കൊള്ളാവുന്നതാണ്. അത് അങ്ങനെയുള്ള നക്ഷത്രമാണ്. അപ്പോൾ ഇവിടെ പുതിയ പ്രതിഷ്ഠാദികളോ പുതിയ ചില സംരംഭങ്ങളോ അതൊക്കെയാണല്ലോ ഈ കൊടിമരമൊക്കെ വെച്ചിരിക്കുന്നത്. എന്റെയൊക്കെ കാര്യമായില്ല കുംഭാഭിഷേകം. തമിഴ്നാട്ടുകാർ കുംഭാഭിഷേകം എന്നാ പറയുന്നത്, എനിക്കറിയില്ല. പ്രതിഷ്ഠയാണ് വേണ്ടത്. അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ ഭാവിയിൽ ഉണ്ടാകുമെന്ന് കാണിക്കും. ആ ചന്ദ്രൻ സ്വക്ഷേത്രം എന്നൊക്കെ ആവട്ടെ. അപ്പൊ അങ്ങനെ ആ ഒരു ചന്ദ്രനാണ്. പക്ഷെ ഒരു രാശി വരുമ്പോൾ നക്ഷത്രത്തിലോ അനുകൂലമാണ്. രോഹിണി വളരെ നല്ലതാണ്. ഇവിടെ ഭഗവാനെ നല്ലോണം ഭജിച്ചോളാണ്. ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായി. ഇന്നത്തെ നക്ഷത്രം വെച്ച് അങ്ങനെയാണ്, അനുകൂലമാണ്. 4-ാം ഭാഗമാണ്, ക്ഷേമ നക്ഷത്രമാണ്. രോഹിണി, മകരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം ക്ഷേമ നക്ഷത്രമാണ്. 7-ാം നക്ഷത്രമാണ്.
അപ്പൊ ഭഗവാന് വേണ്ടി എല്ലാ കാര്യങ്ങളും പ്രസിഡന്റ് സെക്രട്ടറി ഒന്നും ഇല്ലായിരുന്നു ഇവിടെ. പ്രസിഡന്റ് ഒന്നും മിണ്ടറില്ല. ഒഴിഞ്ഞു പിന്നെ ഇവിടെ എല്ലാരും അദ്ദേഹത്തെ ഏൽപ്പിക്കണം. സെക്രട്ടറി പണിയുണ്ട്. അത് ചോദിച്ചു ഇവിടെ പ്രസിഡന്റ് ഒരു ലേഡിയാണ്. അവര് ബാംഗ്ലൂരിലാണ്. ശരി. പിന്നെ അത് വരാൻ പറ്റൂല. മോളം അല്ല ഈ ലേഡി എന്താണ് ആദ്യം മുതലേ പ്രസിഡന്റ് ഈ ലേഡി ആയിരിക്കും പിന്നെ ആദ്യം മുതലേ പൈസയൊക്കെ മുടക്കി എല്ലാം ചെയ്യുന്നത് ആര്? അല്ല അല്ലേ? പേര് അതും ഇല്ല, എല്ലാരും നമ്മ ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ശരി. ആ ട്രസ്റ്റ് ട്രസ്റ്റ് ഞങ്ങളിലുണ്ട് 10-20 പേരുണ്ട്. അവരെല്ലാം പുറത്തും വെളിയിലും കാര്യം എല്ലാം ദൂരെ ദൂരെ. ആ. അപ്പൊ അവര് എല്ലാരും ഇത് എല്ലാം നടത്തിക്കാൻ കൂട്ടായിട്ടുള്ള ശ്രമം ശരി ആയിക്കോട്ടെ. ശുഭായ ശുഭത അനുകൂല്യതാലെ ദിവസം ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ബാലിശുഭഗ്രഹാണ അല്ലേ? ബാലിശുഭഗ്രഹാണ പൃഷ്ടസ്ഥിരം പ്രാവൃതദാനദൃഷ്ടം ജ്യോതിർവിധം പ്രാതരുപേത്യവൃച്ഛേ എന്നല്ലേ പറഞ്ഞു. അപ്പോ ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസമാണ്. ഒരു ശാസ്ത്ര ക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രത്തിൽ